ക്രിസ് വേണുഗോപാലിനെ ദിവ്യ ശ്രീധരനെയും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരിതിനു മുമ്പും സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവരുടെ വിവാഹത്തിന് ശേഷമാണ് അവരേറെ ശ്രദ്ധിക്കപ്പെട്ടത്. അവരുടെ വിവാഹത്തോടുകൂടി ഒരുപാട് വിവാദങ്ങളിലും അവർ ചെന്നുപെട്ടു. ക്രിസിൻ്റെ വേഷമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. വയസ്സായ താടി നീട്ടിയ ഒരാളാണ് ക്രിസ്. അതുകൊണ്ട് തന്നെ വയസ്സായ ഒരു അപ്പൂപ്പൻ പാതി വയസ്സുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായി. എന്നാൽ അടുത്തിടെ ക്രിസിൻ്റെ യഥാർത്ഥ ഏജ് വെളിപ്പെടുത്തിയതോടുകൂടെ അതങ്ങ് നിന്നു. എന്നിട്ടും വിവാദങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ദിവ്യ ക്രിസിൻ്റെ കല്യാണം കഴിച്ചത് ക്രിസിൻ്റെ സമ്പാദ്യം കണ്ടിട്ടാണ് തരത്തിലുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ദിവ്യ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കും എൻ്റെ മക്കൾക്കും സുരക്ഷിതമായ ഒരു ഇടം വേണമായിരുന്നു. പിന്നെ ഞാനൊരു വീട് മോഹിച്ചിരുന്നു, ഒരു ചെറിയ വീട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ. അതും ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായി പോവും. കാരണം ഞാൻ അത് വളരെ ആഗ്രഹിച്ചിരുന്നു. ഓരോ വർഷവും ഓരോ വീട്ടിൽ മാറി മാറി വാടകയ്ക്ക് താമസിക്കുകയും അവിടുന്ന് സാധനങ്ങൾ കെട്ടിപ്പെറുക്കി വേറെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് വാടകയ്ക്ക് താമസിച്ചവർക്ക് നന്നായി അറിയാമെന്നാണ് ദിവ്യ പറയുന്നത്. അതും ഒരു ശരിയായ കാര്യമാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓരോ സ്ഥലത്തൂടെ സാധനങ്ങൾ കെട്ടിപ്പെറുക്കി പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ദിവ്യ ജീവിച്ചിരുന്നത്. അതോടൊപ്പം ഈ ഓരോ വീടും മാറി മാറി താമസിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ദിവ്യയ്ക്ക് സ്വന്തമായൊരു വീട് വേണം എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. എന്നാൽ തൻ്റെ സമ്പാദ്യം കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് ദിവ്യ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വിവാഹം കഴിക്കണമെന്നും തനിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു സുരക്ഷ വേണമെന്നും ദിവ്യ ആഗ്രഹിച്ചത്. പലപ്പോഴും പലരും ദിവ്യയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന്. എന്നാൽ ആരും ചോദിച്ചില്ല, നീയും കുഞ്ഞുങ്ങളും എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചത് എന്ന്. അങ്ങനെയുള്ള കാലത്ത് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ദിവ്യ പറയുന്നത്. ഞാൻ നല്ലൊരു അമ്മയാണ്. പ്രസവവേദന എന്തെന്ന് നന്നായി അറിഞ്ഞു തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ പട്ടിണിക്കിടാതെ ഇത്രത്തോളം നോക്കാൻ എനിക്ക് പറ്റി. അതുമല്ല, ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കും. ഇപ്പോൾ അവർക്ക് 100 വയസ്സാണെങ്കിലും ശരി, എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമാണെന്നാണ് ദിവ്യ പറയുന്നത്. ഈ ബാഡ് കമൻറ്റുകൾക്കെതിരെ തനിക്കൊന്നും പറയാനില്ലെന്നും ഇത്ര എക്സ്ട്രീമായ ആൾക്കാർ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് ദിവ്യ ശ്രീധർ പറയുന്നത്. അതോടൊപ്പം ക്രിസിൻ്റെ സമ്പാദ്യം കണ്ടിട്ടാണോ ദിവ്യ ക്രിസിനെ വിവാഹം കഴിച്ചത് എന്ന ചോദ്യത്തിന് ദിവ്യ പറയുന്നത് ഇങ്ങനെയാണ്: ചേട്ടൻ്റെ സമ്പാദ്യം കണ്ടിട്ടല്ല ഞാൻ ചേട്ടനെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ലതായിട്ട് കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ ആയിരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മക്കളെ സ്വന്തം അച്ഛനെ പോലെയാണ് അദ്ദേഹം നോക്കുന്നത്. എൻ്റെ മക്കളെന്നാണ് എപ്പോഴും സംബോധന ചെയ്യാറുള്ളത്. അതൊക്കെ എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണെന്നും ദിവ്യ കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം സമ്പാദ്യം കണ്ടിട്ടാണ്, ക്രിസിന് ഒരുപാട് സ്വത്തുണ്ടെന്നും കോടികളുടെ ആസ്തി ഉണ്ടെന്നും അത് മോഹിച്ചാണ് ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാലിനെ കല്യാണം കഴിച്ചതെന്നും പറയുന്നവർക്ക് മറുപടിയായി ക്രിസ് പറയുന്നത് ഇങ്ങനെയാണ്: ശരിയാണ്, എൻ്റെ ബാഗിൽ ഇപ്പോൾ 3 കോടിയുണ്ട്. ഒന്ന് ക്രിസ്മസിനെടുത്തൊരു കോടി, മറ്റൊന്ന് എൻ്റെ റിസപ്ഷൻ എടുത്തത്, ഇന്നൊരെണ്ണം ഓണത്തിനിടാൻ വാങ്ങിയത്, പിന്നെ ഒരു 1/2 കോടി കൂടെ എൻ്റെ ബാഗിലുണ്ട് എന്നാണ് ക്രിസ് തമാശ രൂപേണ പറയുന്നത്. ക്രിസ് ഉദ്ദേശിച്ചത് ഡ്രസ്സിനെ കുറിച്ചാണ്. അതിന് എക്സ്പ്ലനേഷനായിട്ട് ക്രിസ് പറയുന്നു: എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ നന്നായി അറിയാം. എൻ്റെ കയ്യിൽ എത്ര സമ്പാദ്യമുണ്ടെന്നും നന്നായി അറിയാം. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും. എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കും. അത് നന്നായി അറിയാവുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ക്രിസ് പറയുന്നത്. നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും ക്രിസിൻ്റെയും ദിവ്യയുടെയും ജീവിതം നന്നായി തന്നെ മുമ്പോട്ട് പോകുന്നു. ദിവ്യയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.